പ്രകാരം ഇന്ന് ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. രാവിലെ തീരുമാനം എടുത്തിട്ട് ഇതുവരെ പ്രൊസീഡ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വിഷയം. ഇന്ന് 4 മണിക്ക് സംസ്കാര ചടങ്ങ്. ഇപ്പോഴും പ്രൊസീഡിംഗ്സ് ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായ കാര്യം കേൾക്കുന്നത്. ഇവിടെ കളക്ടർ റിപ്പോർട്ട് പോയി, പ്രൊസീഡിംഗ്സ് നടന്നില്ല. പ്രൊസീഡിംഗ്സ് വന്നാൽ കളക്ടർ വീണ്ടും ഉത്തരവിടണം. അപ്പോൾ അടിയന്തരമായി ഗവൺമെന്റ് പിന്നെ ദ്രുതഗതിയിൽ കാര്യം തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ അതൊരു പ്രയാസം വരുന്നുണ്ടോ എന്ന് സംശയങ്ങളുണ്ട്. ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? മറ്റൊന്നുണ്ട്, ഗവൺമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ ജിയോ ഇറങ്ങേണ്ടതുണ്ട്. അത് ഇറക്കുന്ന അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കലക്ടർ ജിയോ ഇറക്കും. എന്നാൽ ബോർഡ് ഇന്ന് തന്നെ മറവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇന്ന് ഗവൺമെന്റിന്റെ പ്രൊസീജിയർ ഇറക്കുമ്പോൾ ഒരു കാലതാമസങ്ങളൊക്കെ വരും, നടപടിക്രമങ്ങളൊക്കെ നോക്കണമല്ലോ. കാരണം തിരിച്ചറിയാത്ത ബോഡികൾ, ബന്ധുമിത്രാദികളുടെ അഭിപ്രായങ്ങൾ എല്ലാം തേടണമല്ലോ. അതാണ് ഇന്നലെ ഇവരൊക്കെ എല്ലാവരും പലയിടങ്ങളിലാണല്ലോ അല്ലെ, ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്, ചിലപ്പോൾ ബന്ധുവീടുകളിൽ പരസ്പരം അറിയാത്ത ആളുകളുടെ പിന്നെ കുടുംബാംഗങ്ങളൊക്കെ ക്യാമ്പിലും മറ്റു വീടുകളാണ് താമസം ചെയ്യുന്നത്. നമ്മൾ ഈ സംസ്കാര ചടങ്ങിലേക്ക് അവരെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് വൈകിയാൽ ഈടായാൽ പ്രയാസമാണ്. അത് ഇപ്പോൾ വീണ്ടും നമ്മൾ സിദ്ദീഖ് MLA വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായി ദ്രുതഗതിയിൽ കാര്യങ്ങൾ പ്രൊസീഡിംഗ്സ് നടത്തി നീക്കം നടത്തി ഇത് പെട്ടെന്ന് നടത്താനുള്ള ഇത് ശവശരീരങ്ങൾ പിന്നെ സ്മെല്ലടിക്കുന്ന സാഹചര്യം എത്തിയിരിക്കുകയാണ്. ഫ്രീസറുകൾ കൃത്യമായി കറക്റ്റ് അല്ല. അപ്പോൾ അത് വേഗം അത് സംസ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് പോകുന്നത്. അതിന് ഗവൺമെന്റിന് സത്വര നീക്കങ്ങൾ ഉണ്ടാകണം. അതാണ് ഞാൻ പറയുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ജിയോ ഇറക്കുക എന്നുള്ളതാണ്. ആ ജിയോ ഇറക്കിയിട്ട് സമയബന്ധിതമായിട്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള അടിയന്തര നടപടി എടുക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ. നല്ല ഒരു കാലാവസ്ഥയുമാണ്, കാലാവസ്ഥ പ്രശ്നമാണ്, കാലാവസ്ഥയുള്ള സമയമാണ്. അധികം താമസിയാതിരുന്നാൽ എന്താ പറയണ്ടേ, ഇതാണ് ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയുള്ള സമയമാണ്. സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം പറയുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവും. കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. സർക്കാർ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടാവുമെന്ന് കണക്കാക്കുന്നു. എന്തായാലും ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളടക്കം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ആരാണ് മരിച്ചത്, ആരുടെ ബന്ധുക്കളാണ്, ആരുടെ ഉറ്റവരാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള മൃതശരീരങ്ങളും ഉണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കൊണ്ടുവരുന്ന മൃതശരീരങ്ങൾക്ക് ആനുപാതികമായുള്ള കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനീഷ്, ഈ പുത്തുമല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലേക്ക് കറുത്തിരുണ്ട ഒരു ഓർമ്മ മാത്രമേ കടന്നു വരികയുള്ളൂ. കാരണം അഞ്ചാണ്ട് മുൻപ് നടന്ന ആ ഒരു ദുരന്തം, അതും നമ്മളെ ആ ഞെട്ടലും നമ്മൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് 17ഓളം പേരുടെ ജീവൻ അപഹരിച്ചൊരു ദുരന്ത ഭൂമിയാണത്. അവിടേക്കാണ് വീണ്ടും ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മ കൊണ്ട് ഒരുപാട് ആളുകൾ തങ്ങൾ ആരാണ്, അല്ലെങ്കിൽ തങ്ങൾ ജനിച്ചത് എവിടെ, ജാതി ഏത്, മതമേത് ഒന്നും അറിയാതെ തങ്ങളുടെ ബന്ധുക്കളെ പോലും മനസ്സിലാക്കാത്ത കുറേ മനുഷ്യരെ, അങ്ങനെ തന്നെ പറയാമല്ലേ, കുറേ മനുഷ്യരെ അവിടേക്ക് അവസാനമായ മണ്ണിൽ അടക്കാനായി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ എന്തുമാത്രം ഒരു വേദനയുള്ള സാഹചര്യമാണ്, വൈകാരികമായ സാഹചര്യമാണ്. കാരണം ഒരു ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും ഒരു മഹാദുരന്തം നടന്ന, അല്ലെങ്കിൽ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുറേ ആളുകളെ, കുറേ മനുഷ്യരെ അങ്ങോട്ട് എത്തിക്കുന്നു അല്ലേ?